ഈശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിൻ്റെ 36 മുതൽ 47 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. കർത്താവ് തൻ്റെ പ്രബോധനങ്ങളുടെ വഴികളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അവിടുത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത, അവിടുന്ന് പഠിപ്പിച്ചവയുടെ പൊരുള് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കാത്ത ഒരു ജനത, അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി, എന്തുകൊണ്ടാണ് അവർ അവൻ്റെ വചനം കേൾക്കാത്തതെന്നും എങ്ങനെയാണ് അവർ ദൈവരാജ്യത്തിൽ നിന്ന് തിരസ്കരിക്കപ്പെടുന്നതെന്നും അവിടുന്ന് കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുകയാണ്. ഈ ലോകത്തിലെ തമ്പുരാൻ്റെ തിരുവചനം ഫലം ചൂടണമെന്നും അവിടുത്തെ നിയോഗം വിജയകരമാകണമെന്നും ആഗ്രഹിച്ചിട്ടാണ് ഈശോ ലോകത്തിലേക്ക് കടന്നു വന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ സ്നേഹം അത് അവനായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ പകർന്നു കൊടുത്തിട്ടും പിതാവ് ആവശ്യപ്പെട്ട അത്ഭുതങ്ങളും അടയാളങ്ങളുമൊക്കെ ഈ ലോകത്തിൽ പ്രവർത്തിച്ചിട്ടും യേശുവിനെ മനസ്സിലാക്കുവാനും അവൻ്റെ ദൈവത്വത്തെ അംഗീകരിക്കുവാനും തയ്യാറാകാത്ത യഹൂദ ജനത. യേശു പറഞ്ഞു, നിങ്ങൾ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന മോശയായിരിക്കും നിങ്ങളെ കുറ്റം വിധിക്കുക, ഞാനല്ല നിങ്ങളെ കുറ്റം വിധിക്കുന്നത്. മോശയുടെ വാക്കുകൾ നിങ്ങൾ വിശ്വസിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവൻ പറയുന്നവ വിശ്വസിച്ചിരുന്നെങ്കിൽ നിങ്ങളിപ്പോൾ എന്നെ തള്ളിപ്പറയുമായിരുന്നില്ല എന്ന് ഈശോ പറയുകയാണ്. കൃത്യമായിട്ട് തൻ്റെ പ്രബോധനം എന്താണെന്നും തൻ്റെ വഴികൾ എന്താണെന്നും അവിടുന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അവിടുത്തെ ഉദ്ദേശ ലക്ഷ്യങ്ങളും അവിടുന്ന് കടന്നു വന്നതിൻ്റെ സാഹചര്യങ്ങളും സാധ്യതകളുമെല്ലാം യഹൂദരിലെ വളരെ പേര് മനസ്സിലാക്കിയിട്ടുമുണ്ട്. പക്ഷെ അടിസ്ഥാനപരമായിട്ട് അവനെ അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും തയ്യാറാകാത്ത ഒരു ജനത, ഒരു നിസ്സംഗതയുടെ ലോകം, മനസ്സിലാക്കാൻ ആഗ്രഹിക്കാത്ത, തിരുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ലോകം. പ്രിയപ്പെട്ടവരെ, യേശുനാഥൻ്റെ ഈ പ്രബോധനത്തിൻ്റെ പൊരുള് നമ്മിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുകയാണോ, അതോ നമ്മൾ അവിടെ നിന്ന് മാറി നിൽക്കുകയാണോ എന്നതാണ് ഏറ്റവും പ്രാധാന്യത്തോടെ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം. ഞാനും നിങ്ങളുമൊക്കെ ക്രിസ്ത്യാനികളായത് മാമോദീസായിലൂടെയാണ്. ഞാനും നിങ്ങളും ഒരു കത്തോലിക്ക കുടുംബത്തിലായിരുന്നില്ല ജനിച്ചിരുന്നത് എങ്കിൽ ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ നമ്മളെ ബാധിക്കുന്ന ഒരു മേഖലയാകുമായിരുന്നു. ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാനും തെറ്റുകൾ തിരുത്താനുമൊക്കെ നാം തയ്യാറാകുമായിരുന്നോ എന്നത് ഗൗരവത്തോടെ ചിന്തിക്കണം. ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് മാത്രം ഞാൻ പള്ളിയിൽ വരുന്നു, ക്രിസ്ത്യാനി ആയതുകൊണ്ട് മാത്രം ഞാൻ ക്രൈസ്തവ വിശ്വാസ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുന്നു. ഇവിടെ നമുക്ക് ക്രിസ്തുവിനെ തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്നുണ്ട്. ഒരു മതസംഹിതയുടെ മേഖലയിൽ ഞാൻ വ്യാപരിക്കുന്നത് കൊണ്ട് മാത്രം, എൻ്റെ പേരിൻ്റെ തുമ്പത്ത് ഒരു തോമസും മാത്യുവും ഒക്കെ ഉള്ളത് കൊണ്ട് മാത്രം മറ്റുള്ളവരുടെ മുമ്പിൽ നാം ക്രിസ്ത്യാനികളായി മാറുന്നു. ജീവിതത്തിൻ്റെ വഴിധാരയിൽ ക്രിസ്തു കാണിച്ചു തന്ന പ്രബോധനങ്ങളും അവൻ കാട്ടിത്തന്ന നൽവഴികളും ഒന്നും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ശ്രമിക്കാത്ത വ്യഞ്ജനമായിട്ട് നാം മാറുന്നുണ്ട്. ക്രിസ്തീയ ജീവിതം അനുഗ്രഹത്തിൻ്റെ ജീവിതമാണെന്നും നാം കടന്നു വന്നിരിക്കുന്നത് പുണ്യവഴിയാണെന്നും ഈ പുണ്യവഴിയിൽ മുന്നോട്ട് പോവുക അനിവാര്യമാണ് എന്നും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കാതെ പോകുന്നുണ്ട് എങ്കിൽ നിത്യത നമുക്ക് നഷ്ടപ്പെടുമെന്ന് ഈശോ സൂചിപ്പിച്ചു വെക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനി ആയിരിക്കുന്നതിൽ അഭിമാനിക്കുന്നവരാകാൻ നമുക്ക് സാധിക്കുക. ഞാൻ വിശ്വസിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നത് എൻ്റെ ക്രിസ്തുനാഥൻ്റെ പ്രബോധനമാണെന്നും അത് സ്നേഹത്തിൻ്റെയും കരുണയുടെയും ആർദ്രതയുടെയും പുണ്യങ്ങൾ മറ്റുള്ളവരിലേക്ക് ചൊരിഞ്ഞു കൊടുക്കാൻ എന്നെ
ഹൃദയപൂർവ്വം നിർബന്ധിക്കുന്നുണ്ടോ എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയാതെ അവൻ്റെ സ്നേഹവലയത്തിൽ നിന്ന് പുറത്തായിട്ട് പോയാൽ നമുക്കൊരിക്കലും അനുഗ്രഹത്തിൻ്റെ മക്കളായിട്ട് തീരാൻ സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ഹൃദയപരമാർത്ഥതയോടെ ഒന്ന് പുനർവായനയ്ക്ക് വിട്ടുകൊടുക്കണം. ഞാൻ എന്നെ തന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. എന്നിലുള്ള ആത്മീയതയെ ഒന്ന് തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കണം. ക്രിസ്തുവിനെ ഞാൻ എത്രമാത്രം ചേർത്ത് പിടിക്കുന്നുണ്ട്, ക്രിസ്തു മാർഗത്തിൽ എത്രമാത്രം ചരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവിൻ്റെ നോട്ടം നമുക്കുണ്ടാകാൻ നമുക്ക് ആഗ്രഹിക്കാം. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.